എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പൊട്ടാറ്റോയും ചിക്കനും വെച്ച് സിമ്പിളായി ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പൊട്ടാറ്റോയുടെ തൊലി കളയാതെ എന്താ ഇത് ഇങ്ങനെ എടുക്കുന്നതെന്ന്. പറയാം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നാരുകളിൽ ബി വൈറ്റമിൻ, വൈറ്റമിൻ സി, ഇരുമ്പ്, കാൽസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പോഷക ഗുണമുള്ളതാക്കുന്നു. ഇത് ദഹനത്തെ സുഗമാക്കുകയും വയറ് നിറഞ്ഞതായി തോന്നിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പൊട്ടാറ്റോയുടെ തൊലിയിലും വളരെ പോഷക ഗുണങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് ഇനി ആരും പൊട്ടാറ്റോയുടെ തൊലി കളഞ്ഞ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ചിക്കൻ ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് വേവിച്ചെടുത്തു. വേവിച്ചെടുത്ത ചിക്കൻ അത് വേവിച്ച വെള്ളത്തിൽ തന്നെ പാൻ വെച്ച് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിയുടെ ജാറിലെടുത്തതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏതൊരു മാംസത്തിൻ്റെയും ടേസ്റ്റ് പോകുന്നത് കൂടുതൽ മസാലകൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. സിമ്പിളായി നമുക്കൊരു ചെറിയൊരു സ്നാക്ക് അധികം മസാലകളൊന്നുമില്ലാതെ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച ചെറിയൊരു പേസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുള്ള ചിക്കനെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇവയെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. കാരണം നമ്മുടെ ചിക്കൻ്റെ സോക്കിലാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത്. വേറെ ഓയിലോ ഒന്നും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഒരു ഹെൽത്തി ഡിഷാണിത്. അങ്ങനെ നന്നായി മിക്സ് ചെയ്യണം. ഏകദേശം അതിലെ വെള്ളമെല്ലാം വലിഞ്ഞു എന്ന് കണ്ടാൽ അതിലേക്ക് പെപ്പർ പൗഡർ ഇടാം. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഉള്ള കുരുമുളക് പൊടി ഇട്ടാൽ മതി. ബ്ലാക്ക് പെപ്പർ കൊണ്ട് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ ദഹനത്തിനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ഒരു ബ്ലാക്ക് പെപ്പർ നമ്മളെ സഹായിക്കും. അതുപോലെ മഞ്ഞൾപ്പൊടി ദഹനത്തിനെയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും സഹായിക്കും. അതുപോലെ മോശം കൊളസ്ട്രോളുകളെ കുറയ്ക്കാനും രക്തം കട്ടപിടിക്കൽ എന്നിവ തടയാനും മഞ്ഞൾപ്പൊടി ഏറെ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഫില്ലിങ്ങിൽ നിറയെ ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത്. അങ്ങനെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ എന്നിവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കാം. എന്നാൽ അടി പിടിക്കാതിരിക്കാനും കരിയാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏകദേശം കുക്കായി വന്നു എന്ന് കണ്ടാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യമുള്ളത് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിലുപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ ഒരുപാട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്കത് കഴിക്കാനാവും. അങ്ങനെ നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങിലേക്ക് ചിക്കൻ നമ്മൾ ഒന്ന് ചെറുതാക്കി റോസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു ചിക്കനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പൊട്ടാറ്റോയിലേക്ക് ഇടാം. എന്നിട്ടെന്താ പരിപാടി? പൊട്ടാറ്റോനെയും ചിക്കനെയും നന്നായിട്ടൊന്ന് സമാസമം എന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് കഴിക്കുമ്പോൾ പൊട്ടാറ്റോയുടെയും ആ ഒരു ചിക്കൻ്റെയും ഫ്ലേവർ ഒരുമിച്ച് കിട്ടണം. അതിനായി നന്നായിട്ട് മിക്സ് ചെയ്യുക തന്നെ വേണം. വെറുതെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിലും നല്ലത് കുക്ക് ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ഇഷ്ടമുള്ളതായിരിക്കണം. എങ്കിലേ മനസ്സും വയറും ഒരുപോലെ നിറയൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ കിടക്കാം എന്നുള്ള ചിന്തയല്ല വേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിന് മനസ്സിനിണങ്ങിയ ഫുഡ് തന്നെ കഴിക്കണം. അതും ആരോഗ്യ ഗുണങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്. ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ, മനസ്സും വയറും നിറഞ്ഞു എന്ന്.
ആ മനസ്സ് നിറയണമെങ്കിൽ നമുക്ക് തൃപ്തിയായിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതും ചടപടേന്ന് കുക്ക് ചെയ്യാതെ വളരെ പതുക്കെ നമ്മളെല്ലാ ചേരുവകളും സാവധാനം കുക്ക് ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ച് കുക്ക് ചെയ്യുന്നതും ചെറിയ തീയിൽ വേവിച്ചെടുത്ത് കുക്ക് ചെയ്യുന്നതിനും രണ്ട് രുചിയാണുള്ളത്. കുറച്ച് പതുക്കെയാണെങ്കിലും അത് നമുക്ക് രുചിയോടെ കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ ചിക്കനെയും പൊട്ടാറ്റോയും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇടിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്ര ക്ഷമയോടുക്കനെയൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടാറ്റോയും ഈ ചിക്കനും കുക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരിക്കലും വെള്ളം ചേർക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി സമൂസയുടെ ഓല എടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ 1 സ്പൂണോ 2 സ്പൂണോ ഈ ഒരു മസാലക്കൂട്ട് അതിലേക്ക് ഇടാം. എന്നിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്ത് എടുക്കണം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് കഴിയണമെന്ന് വെച്ച് ധൃതിയിൽ നമ്മൾ ഇതും റോൾ ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് സാവകാശത്തോടെ റോൾ ചെയ്തെടുക്കുക. ഓല ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓല കണ്ടോ ഇടയിലിങ്ങനെ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ. ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തതുകൊണ്ട് നമുക്കൊന്ന് അവിടെ തേച്ച് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച അതേ മൈദ മാവിൽ തന്നെ ഈ ഒരു റോളിൻ്റെ ഒരു സൈഡ് ഒന്ന് മുക്കി നമ്മൾ ഉപയോഗിക്കുന്ന പായസത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സേമിയത്തിലേക്ക് ആ ഒരു മാവ് മുക്കിയതിന് ശേഷം ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടുക. വളരെ ടേസ്റ്റാണ്. പുറത്ത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് ഒരു ക്രഞ്ചിയായും അകം വളരെ സോഫ്റ്റായിട്ടുമാണ് നമുക്ക് കിട്ടുക. അങ്ങനെ കുറച്ചധികം ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എൻ്റെ മസാലക്കൂട്ട് കഴിയുന്നത് വരെ. റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് കഴിയണമെന്ന് കരുതി റോൾ ചെയ്താൽ ഇങ്ങനെ പൊട്ടിപ്പോവും. എന്നാൽ വളരെ സാവധാനം റോൾ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ അടുത്തതും ഞാൻ റോൾ ചെയ്തെടുത്തു. മാവ് ഒട്ടിച്ചു. ഇനി മാവിൽ മുക്കി സേമിയത്തിൽ മുക്കി കഴിഞ്ഞു. അങ്ങനെ സേമിയത്തിൽ മുക്കിയതിന് ശേഷം അവിടെ ഒന്ന് വിരൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മാവിൽ മുക്കുക. അതേപോലെ തന്നെ സേമിയത്തിലും ഒന്നുകൂടി ഒന്ന് കുത്തി കൊടുക്കാം. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഇത്രയും പലഹാരം ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വലിയ സമയമൊന്നും വേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നത് വീഡിയോ എടുത്ത് നമ്മൾ വരുമ്പോഴും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാണിക്കുമ്പോഴും കുറച്ച് സ്ലോ ഒക്കെ ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്ന ടൈമൊന്നും ഇതുണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ ഉപയോഗിച്ച അത്യാവശ്യം ചില സാധനങ്ങളുടെ ഗുണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു. എന്നാൽ ഗുണം പിന്നീട് പോകുന്നത് നമുക്ക് മോശമായി വരുന്നത് നമ്മളത് ഓയിലൊഴിച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കാതെ ഓരോ ഭാഗമായി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചത് പാം ഓയിലാണ്. പാം ഓയിൽ അത്യാവശ്യം നല്ല കൊളസ്ട്രോളൊക്കെ ഉള്ളത് തന്നെയാണ്. എങ്കിലും നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒലിവ് ഓയിൽ കുക്ക് ചെയ്താലും ഒരു ടേസ്റ്റ് വ്യത്യാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു സൈഡിൽ തന്നെ ബ്രൗൺ നിറമായി വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ സൈഡ് മറിച്ചിട്ടെടുക്കാൻ മറക്കരുത്. കാരണം ഈ ഓല വളരെ നേർത്തതും പെട്ടെന്ന് കരിഞ്ഞു പോകുവാനുമുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം സമൂസയുടെ ഓല വളരെ നേർത്തതായിരിക്കുമെന്ന്. ഇത് കാണുമ്പോൾ ഒരു മധുര പലഹാരത്തിൻ്റെ ലുക്കാണെങ്കിലും ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ പ്രത്യേകമായിട്ട് നമ്മുടെ നാവിൽ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും ഫ്ലേവർ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. ഇത് ചൂടാറി കൊടുത്താൽ നമ്മുടെ പല്ലില്ലാത്ത അമ്മമാർക്കും എല്ലാവർക്കും കഴിക്കാം. കാരണം ഇത് വളരെ പിന്നീട് സോഫ്റ്റായി മാറും. അകത്തും വളരെ സോഫ്റ്റായിട്ടുള്ള ഫില്ലിങ്ങാണ് ഉള്ളത്. ഈ പുറമേ കടിക്കുന്ന ഈ ഒരു സേമിയത്തിൻ്റെ ഭാഗം മാത്രമാണ് കുറച്ച് ക്രഞ്ചി ആയിട്ടുണ്ടാവുക. എങ്കിലും നമ്മളവിടെ മൈദമാവ് മുക്കിയത് കൊണ്ട് തന്നെ ആ മൈദമാവ് അകത്തിരുന്ന് ഒരു സോഫ്റ്റ് കണ്ടീഷനിലാണ് ഉണ്ടാവുന്നത്.
അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ റോളുകളെല്ലാം ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഇട്ട് വെക്കാം. അങ്ങനെ വെച്ചാൽ ഇതിലുള്ള അധികമുള്ള ഓയിൽ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ.